പെൺപക്ഷികൾക്ക് പറക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെങ്കിൽ പെൺപക്ഷിക്ക് ചിറക് കൊടുക്കില്ലായിരുന്നു. ആണിനും കൊടുത്തിട്ടുണ്ട്, പെണ്ണിനും കൊടുത്തിട്ടുണ്ട്. അതെന്തിനായിരുന്നു? ഈ പറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, നീ നിന്റെ വീട്ടിൽ മാത്രം ഇരിക്കി, നിന്റെ ഭർത്താവിനെ നോക്കി ജീവിക്കി, നിന്റെ മക്കളെ മാത്രം നോക്കി ജീവിക്കി എന്ന് പറയുന്നു. ഏത് വിധത്തിലെ ന്യായം? എൻ്റെ പൊന്നുമോളെ, താൻ ഈ പറയുന്ന പെൺപക്ഷിക്കും പറക്കുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് തൻ്റെ ലിമിറ്റേഷൻ അപ്പുറത്ത് ആ പെൺകിളി പറന്നു കഴിഞ്ഞാൽ അവളെ കൊത്തി തിന്നാൻ വേണ്ടി മറ്റു മൃഗങ്ങളും ഷുവറായിട്ടും അവിടെ കാണപ്പെടും. അത്ര തന്നെയുള്ള ഒരു സ്ത്രീയുടെ വിഷയത്തിലും ഇസ്ലാമിൻ്റെ നിലപാട് വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൊള്ളേണ്ടവളാണ് സ്ത്രീ എന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല. സ്ത്രീകൾക്കും പുറത്തു പോകാം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടാനും അതല്ലെങ്കിൽ സാമ്പത്തികമായ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടാനും സാമ്പത്തിക സാമൂഹിക വഴികളിൽ പ്രവേശിക്കുന്നതിനൊന്നും ഒരു വിഷയവുമില്ല. പ്രവാചകന്റെ സ്വന്തം ഭാര്യ ഖദീജ ബീവി സ്വന്തമായി ബിസിനസ് നടത്തിയവളായിരുന്നു. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ദിസ് കേസ്, ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു സ്ത്രീ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങുമ്പോൾ അനിവാര്യമായി പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിരി വിട്ട് പ്രവർത്തിച്ചാൽ മുൻ പറഞ്ഞ പെൺകിളിയുടെ ലിമിറ്റേഷനത്തിനപ്പുറത്ത് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഈ സ്ത്രീയുടെ വിഷയത്തിലും വരും. തനിക്ക് പറക്കാവുന്നതിലപ്പുറം തൻ്റെ ചിറകുകൾ കൊണ്ട് ആ പെൺപറവ പറക്കാൻ ശ്രമിച്ചാൽ അത് കുഴഞ്ഞു വീഴും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ശവത്തെ കൊത്തി വലിക്കാൻ മറ്റു മൃഗങ്ങൾ വരും. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയും. തൻ്റെ ലിമിറ്റേഷന് അപ്പുറത്ത് അതിർവരമ്പുകൾ കടന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ശരീരത്തെയും കുത്തിവലിക്കാൻ ഒരുപാട് കഴുകന്മാർ കാത്തു നിൽക്കുന്നുണ്ടാകും. എന്നാൽ തൻ്റെ സ്വന്തം വീട്ടിൽ വീട്ടുകാര്യങ്ങൾ നോക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തത് കൊണ്ടോ സ്ത്രീക്ക് വീടിൻ്റെ പുറത്തു പോവാൻ പറ്റില്ല. സ്ത്രീ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവളാണെന്ന് ഒരു ഇസ്ലാമിക പ്രമാണത്തിലും കാണാൻ സാധിക്കുകയില്ല. ദെൻ ടോട്ടലി ഒരു സമ്മറി പറയുകയാണെങ്കിൽ സ്ത്രീകളുടേതായ അതിർവരമ്പുകളുണ്ട്, പുരുഷൻ്റേതായ അതിർവരമ്പുകളുണ്ട്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ പുരുഷനാവട്ടെ സ്ത്രീയുമാവട്ടെ രണ്ടും ആപത്ത് തന്നെയാണ്.